നമസ്കാരം. നടികർ എന്താണ് അവസ്ഥ? നിങ്ങൾ സിനിമ കണ്ടായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് സെക്ഷനിൽ പറയൂ, കാണട്ടെ. എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരത്തിലും കണ്ടിരിക്കാൻ വേണ്ടി പറ്റാത്തൊരു കൈൻഡ് ഓഫ് തല്ലിപ്പൊളി കൂറപ്പടായിട്ടൊന്നും ഓണസ്റ്റ്ലി തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ആവറേജ് അനുഭവം എന്ന് പറയാൻ കാരണം. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ കോണ്ടൻറ്റോ അല്ലെങ്കിൽ കഥയായിട്ടൊന്നും ഇല്ല. ഐ മീൻ നമ്മൾ പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയല്ല ഇത്. അതിപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, ഇതൊരു ഫാക്ടറാണ്. അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്താണ്, ടോവിനോവിൻ്റെ കഥാപാത്രം ഡേവിഡ് പടിക്കൽ, എന്താ പേരല്ലേ, നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. മൂപ്പരൊരു ആക്ടറാണ്, മൂപ്പര് സൂപ്പർ സ്റ്റാറാണ്. മൂപ്പർക്ക് മൂപ്പരുടേതായിട്ടുള്ള ഫാൻസും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷേ മൂപ്പരെന്താ ചിന്തിക്കുന്നത്, മൂപ്പരൊരു സൂപ്പർ സ്റ്റാറാണ് എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി അതുക്കും മേലെ എന്തോ ഒരു ഐറ്റമാണ് എന്നൊക്കെയാണ് ചിന്തയും പെരുമാറ്റമൊക്കെ. ലൈക്ക് ഈ സ്റ്റാർഡമൊക്കെ തലയ്ക്ക് പിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ലക്ഷറിയും അതിൻ്റെയൊക്കെ ഒരു ആനന്ദവും അല്ല അതിൻ്റെ ഒരു 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 ഉന്മാദമൊക്കെ ആക്ച്വലി ഉണ്ടാവില്ല. അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ മൂപ്പര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാണ്, മൂപ്പരുടെ അഭിനയത്തിൽ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോകാനാണ് മൂപ്പർക്ക് ആഗ്രഹം. കാരണം എന്താണ്, മൂപ്പരുടെ അഭിനയം ആൾക്കാർ സ്വീകരിക്കുന്നു എന്നാണ് മൂപ്പരുടെ വിശ്വാസം. ഇത് തന്നെ കൊടുത്താൽ മതി എന്നുള്ളതാണ് മൂപ്പരുടെ വിശ്വാസം. അപ്പോൾ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പർക്കാണെങ്കിൽ വലിയ എഫേർട്ടൊന്നും ഇടാൻ താല്പര്യമില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. എന്നാൽ ഇൻഡസ്ട്രിക്ക് അകത്ത് മൂപ്പരെ വിമർശിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മൂപ്പരോട് താല്പര്യമില്ലാത്ത ആൾക്കാർ ഉണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങൾ ഭയങ്കര ഡീപ്പായിട്ടൊന്നും അതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല, ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് ഡേവിഡ് പടിക്കൽ. അപ്പോൾ ഒരു സാഹചര്യത്തിൽ അയാൾക്കുണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ അതിപ്പോൾ ഇമോഷണലി ആയിക്കോട്ടെ, അയാൾക്കുണ്ടാവുന്ന മാറ്റം പരിപാടി അങ്ങനെയാണ് ഈ ഒരു സിനിമ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആക്ച്വലി എന്താ തോന്നണം? കാണാത്ത ആൾക്കാർക്ക് ഇത് കേട്ടിട്ട് എന്താണ് ആക്ച്വലി തോന്നുന്നത്? ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഹോൾ ഈ ഒരു സിനിമ ആവറേജ് ആയിട്ട് തോന്നി എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ചില മൊമെൻറ്റ്സൊക്കെ ഞാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ, എനിക്ക് ഇതിൻ്റെ അകത്തുള്ള ഇപ്പോൾ ഈ കളർഫുൾ ആയിട്ടുള്ള പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കളർഫുള്ളായിട്ട് ഒരു സിനിമ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടിരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ടോവിനോൻ്റെ കോസ്റ്റ്യൂം, അതേപോലെ കുറേ ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ അകത്ത് ഓക്കെ. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇങ്ങനെ വെറുതെ കണ്ടിരിക്കാം നമുക്ക്. ആ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ എന്താണ്, ഇപ്പോൾ ടോവിനോവിൻ്റെ അഭിനയമാണെങ്കിലും സുരേഷ് കൃഷ്ണയുടെ അഭിനയമാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ സൗബിൻ ആയിക്കോട്ടെ, നമ്മുടെ ബാലു വർഗീസ് ആയിക്കോട്ടെ, അവരവരുടെ പാർട്ട് അവരവർ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ അവസാനത്തെ പോർഷനൊക്കെ എൻ്റെ പൊന്നോ, അത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. സിനിമയ്ക്കുള്ളിലെ സിനിമയല്ല, സിനിമയ്ക്കുള്ളിലെ സിനിമ ഷൂട്ട് ചെയ്യുന്ന ഏരിയ, ഓക്കെ, ഏരിയ അല്ല, സോറി, ഷൂട്ടിങ്. ഈ കഥ എഴുതുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ അവസാനത്തൊക്കെ ഉണ്ടല്ലോ, ആ ക്ലൈമാക്സ് സീനിലുള്ള ആ ഒരു ഡയലോഗൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നിയില്ലേ? ആ സീൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു ഫീലാണത്. അതിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തായിരുന്നു. അത് കുറച്ച് ലാഗ് തോന്നി. അല്ലെങ്കിൽ അത് എന്തോ ഒരു അതായത് കെട്ടിവെച്ചൊരു ഫീൽ, ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഒരു ഫീലായിട്ടൊക്കെ എനിക്ക് തോന്നി. അത് ഇപ്പോൾ എഴുതി വെച്ച ഡയലോഗ്സ് ആണെങ്കിലും ആ എഴുതി വെച്ച ഡയലോഗ്സ് അവർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് അയ്യോ ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് ലാഗും അടിക്കണം, എന്താ ഇങ്ങനെ ചെയ്തതെന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ പരിപാടിയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചുമ്മാ അങ്ങനെ വെറുതെ കണ്ടിരിക്കാം. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ടോവിനോ ഒരുമാതിരി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുന്നൊരു സീനൊക്കെ ഉണ്ട്. മറ്റേ രഞ്ജിത്തിൻ്റെ സെറ്റിലേക്ക് വരുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾ സ്റ്റാർഡം കൊണ്ട് നടക്കുന്ന ഒരാളാണ്, സൂപ്പർ സ്റ്റാറൊക്കെയാണ്, ആ ഒരു ചിന്തയും കൊണ്ട് നടക്കുന്ന ഒരാളാണ്.
ഈ അഭിനയം എന്ന് പറഞ്ഞൊരു സംഭവം അയാളുടെ മുഖത്തോ അല്ലെങ്കിൽ അതിനു വേണ്ടി എഫേർട്ട് ഇടാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സാധനങ്ങളൊക്കെ അയാളുടെ അഭിനയത്തിൽ പ്രകടമായിരിക്കും. അപ്പോൾ രഞ്ജിത്തിൻ്റെയും ഈ ടോവിനോൻ്റെയും തമ്മിലുള്ള ഒരു സീനും പരിപാടികളൊക്കെ ആ സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ എൻജോയ് ചെയ്തൊരു സീനാണ്. ആ ഭാഗങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സിനിമ ഇൻഡസ്ട്രി, അതിപ്പോൾ മലയാളത്തിലായിക്കോട്ടെ ഏത് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, എല്ലാ നടന്മാരും ഇപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന നടന്മാരൊക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഹൂവെവർ ഇറ്റ് ഈസ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റാർഡം എന്ന് പറയുന്ന സംഭവം ഓക്കെ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ രസമാണ്, ഫാൻസും പരിപാടികളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ തിരുത്തണം. അതേപോലെ തന്നെ സ്ക്രിപ്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കണം. നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കേസിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഇത് സെൽഫ് റിയലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിട്ട് തിരുത്തുകൾ വരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുക, ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലും തിളങ്ങാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാധനം അല്ലെങ്കിലും മേ ബി സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന, സിനിമ നടനൊക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് കയറിയിരിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു ആസ് എ ഹോൾ സിനിമയെ കുറിച്ചിട്ടല്ല പറയുന്നത്. ഈ ഒരു ക്യാരക്ടർ, ഡേവിഡ് പടിക്കലിൻ്റെ ക്യാരക്ടർ, അയാളുടെ ബിഹേവിയർ, അല്ലെങ്കിൽ അയാളുടെ ഡ്രോബാക്സ് കാരണം ആ ഇൻഡസ്ട്രിയിൽ അയാൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് അയാളുടെ ചില നെഗറ്റീവ് വശങ്ങൾ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കേസാണ്. അപ്പോൾ എത്രക്കൊക്കെ ഉള്ളൂ. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് അധികമൊന്നും പറയാൻ അറിയില്ല അളിയ. എനിക്ക് ഇത്രക്കൊക്കെ പറയാനുള്ളൂ. എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അടിച്ചങ്ങ് മിന്നിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്കൊന്നും സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഐ ഡോണ്ട് നോ വൈ. അത് അവരുടെ അഭിപ്രായം, അതിനെ 100% നമ്മൾ മാനിക്കുന്നു. പക്ഷേ എന്ന് കരുതിയിട്ട് എല്ലാവരും ഈ ഒരു പബ്ലിക് ഒപ്പീനിയനും പരിപാടികളൊക്കെ കണ്ട് കമൻറ്റ് ബോക്സും ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഞാൻ പോണില്ല എന്നൊരു തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ചില പോർഷൻസൊക്കെ, ഇതിൻ്റെ അകത്തുള്ള ചില മൊമെൻറ്റ്സൊക്കെ ചില മൊമെൻറ്റ്സൊക്കെ ഇഷ്ടപ്പെടും, ചില മൊമെൻറ്റ്സൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ആസ് എ ഹോൾ എടുക്കുമ്പോഴേ നമുക്ക് പ്രാന്ത് പിടിക്കുകയുള്ളൂ. പക്ഷേ ചില സീൻ ബൈ സീനൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ടോവിനോനെയും അല്ലെങ്കിൽ സുരേഷ് കൃഷ്ണയുടെയും സൗബിൻ്റെയും അല്ലെങ്കിൽ ബാലുവിൻ്റെയും ഇവരുടെയൊക്കെ പരിപാടികളൊക്കെ നൈസായിട്ടുള്ള സാധനങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. അല്ലാതെ കഥ എന്നുള്ള രീതിയിൽ, കണ്ടന്റ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ലാതെ തന്നെ പറയാം, നിങ്ങൾ നിരാശപ്പെടും. കാര്യം അതിന് മാത്രമുള്ള സാധനമൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് കഥ എങ്ങനെ തുടങ്ങിയത് വേറൊരു മൂഡിലാണ്. സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് വേറൊരു മൂഡിലേക്കൊക്കെ ആക്ച്വലി പോകണം. എന്നാൽ ആ മൂഡിലേക്ക് പോകണോണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഈ ടോവിനോൻ്റെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ പാസ്റ്റത്തെ ഒരു പരിപാടി കാണിക്കുന്ന പരിപാടിയാണ്. ആ ഒരു ഇമോഷനൊക്കെ കാണിക്കുന്നൊരു പരിപാടിയാണ് അത്. അയാളുടെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അത് അയാൾ യൂസ് ചെയ്യുന്നൊരു സംഭവം, അല്ലെങ്കിൽ അതിനെ ചിന്തിച്ചുകൊണ്ട് അയാൾ അഭിനയിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ആ ഒരു ഇമോഷനോ കാര്യങ്ങളോ ഒന്നും നമുക്കങ്ങ് കണക്ട് ആവണില്ല എന്നൊക്കെ നമ്മൾ പറയില്ല. ഇമോഷണലി നമുക്കൊരു കണക്ട് ആവാത്തൊരു അവസ്ഥ. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വലിയ സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ ആക്ടറോ ഒന്നുമല്ല. പക്ഷെ ഒരുപാട് സിനിമകൾ ഇരുന്ന് കാണുന്നുണ്ട്, പല ഭാഷയിലുള്ള സിനിമകൾ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താ, ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ് കിങ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കിങ്. ഈ സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്ന സാധനങ്ങളിൽ ഡെപ്ത് ഇല്ലെങ്കിൽ, എഴുതി വെക്കുന്ന സാധനങ്ങൾ പ്രേക്ഷകനെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, പ്രേക്ഷകനെ കൂടുതൽ എൻഗേജിങ് ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ വർക്ക് ആവുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻ അയാൾ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, കളർഫുൾ ആയിട്ട്, ലക്ഷറി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് വാസ് ഗുഡ്. പക്ഷേ മേക്കിംഗ് കൊണ്ട് മാത്രം ഒരു സിനിമേനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നിടത്തൊരു പരിധിയുണ്ട്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം എൻഗേജിങ് ആയിരിക്കണം. സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നൊരു സംഭവത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുക, അതിൻ്റെ അകത്തൊരു ഡെപ്ത് ഉണ്ടായേ പറ്റൂ. പ്രേക്ഷകനെ പിടിച്ചിരുത്താനുള്ള എലമെൻ്റ് ആക്ച്വലി വേണം. ആ സാധനം ഇതിൻ്റെ അകത്ത് ലാക്കായിരുന്നു.
ആ ആ ലാക്കായത് കൊണ്ട് അത് എന്തൊക്കെ തരത്തിലാക്കായിരുന്നു, അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് തോന്നിയത്, ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ കഴിയാറാകുമ്പോൾ തന്നെ കുറച്ചും കൂടിയും ഇപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സാധനങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ഒരു റൂട്ടൊക്കെ പിടിക്കുന്നതിന് പകരം എഴുത്തിൽ വേറൊരായിട്ടൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ഉണ്ടാവുമെന്ന് തോന്നി. ലാസ്റ്റ് നമുക്ക് വലിയ ഒരു ക്ലൈമാക്സ് ഒന്നും ഭയങ്കര സംഭവമായിട്ട് വാവ് അങ്ങനെയൊന്നും ഉള്ളൊരു സാധനമൊന്നുമായിട്ട് തോന്നിയില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായേനെ. ബട്ട് ലാസ്റ്റത്തെ ആ പോർഷനൊക്കെ ആയപ്പോഴേക്കും ഒരു ലാഗിങ്ങും അല്ലെങ്കിൽ വെച്ച് കെട്ടി വെച്ച പോലത്തെ ഒരു എഴുത്തും ഡയലോഗ് ഡെലിവറിയൊക്കെ ആയപ്പോഴേക്കും പോയി. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. എനിവേസ്, ടോവിനോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇപ്പോൾ ടോവിനോനെ ട്രോളേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത്. കാരണം മൂപ്പര് നന്നായിട്ട് ചെയ്തു. മൂപ്പരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രവും കഥയും ഒക്കെ പിടിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വെറൈറ്റി സാധനങ്ങൾ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ആക്ടർ ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടോവിനോനെ ഒരു എൻ്റർടൈനറായിട്ടാണ് കാണുന്നത്. അടുത്തൊരു പടം വന്നു കഴിഞ്ഞാൽ അങ്ങേര് പിടിച്ചോളൂ. ഇപ്പോൾ ടോവിനോ എന്താ കഴിഞ്ഞ സിനിമകളൊക്കെ എന്താ മോശമായിരുന്നോ? അന്വേഷിപ്പിങ് കണ്ടെത്താൻ കിടലൻ സിനിമയായിരുന്നില്ല, അടിപൊളി സിനിമയായിരുന്നു. മൂപ്പരാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കഥാപാത്രം. സോ നോ വറീസ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു ആവറേജ് ഫീലായിട്ടാണ് തോന്നിയത്. ആവറേജ്. അഗെയിൻ ഞാൻ പറയുന്നു, എനിക്ക് ഇത് തീരെ കണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു നിലപാട് പറയട്ടെ, എൻ്റെ കൃത്യമായ നിലപാട് പറയാം. എനിക്ക് കണ്ടിരിക്കാൻ പറ്റാത്തൊരു ഒരു സിനിമ കാണുന്നു, എനിക്കിത് ചടയ്ക്കാൻ തുടങ്ങി, കണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ തോന്നിയെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കാശ് കൊടുത്തതല്ലേ, ഇത്രയും കാശ് കൊടുത്തു, എന്നാൽ പിന്നെ സിനിമ കഴിയണവരെ എ സിയിൽ അങ്ങ് ഇരുന്നിട്ടങ്ങ് പോയേക്കാം, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കൂല. എനിക്ക് മടുത്ത, എനിക്ക് ചടച്ച ഞാൻ എണീച്ചു പോകും. എൻ്റെ മെൻ്റൽ ഹെൽത്താണ് എനിക്ക് വലുത്. എനിക്ക് ബോറടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താവും, ഞാൻ എണീച്ചു പോകും. അങ്ങനെ എണീച്ചു പോയിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ആക്ച്വലി ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തോരം സിനിമകൾ ആക്ച്വലി ഈ അടുത്ത കാലത്തെ പൊട്ടി എത്ര സിനിമകൾ കഴിഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമകളൊക്കെ ഞാൻ കാണാത്തതുകൊണ്ടല്ല, കുറേ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണ് പോയി കാണുന്നത്. റിവ്യൂ എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ഒരു പരിധി വരെയൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ റിവ്യൂ ഇടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് അനുഭവമെങ്കിലും എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ റിവ്യൂ ഇടുള്ളൂ. അതർവൈസ് എന്താ, ഞാൻ പോവും കാണും. അത് സിനിമ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് പോയി കാണുന്ന. എനിക്ക് ഇഷ്ടമായില്ല, എനിക്ക് പ്രാന്ത് പിടിക്കണതുകൊണ്ടാണ് ഞാൻ എത്രയോ സിനിമകൾക്ക് പകുതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. എനിക്ക് എ സിയും വേണ്ട, ഒരു പുണ്ണാക്കും വേണ്ട, വീട്ടിൽ വന്ന് എ സി ഇട്ടിരുന്നോളാം, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനത് റിവ്യൂസ് ഇടില്ല എന്നങ്ങ് വെക്കും. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഒരു നിലപാട്. അപ്പോൾ അതാണ് ഈ ഒരു സിനിമയ്ക്ക് ആവറേജ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാൻ കാരണം. അത് മതി. ശരി.